ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ 2.0. അപ്പോൾ കഴിഞ്ഞ ദിവസം വരാതിരുന്നത് ഒട്ടും വയ്യായിരുന്നു, സൗണ്ടും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കഥയിലോട്ട് തന്നെ പോയാലോ? പോകുന്നതിന് മുമ്പ് എല്ലാവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലോട്ട് പോകാം. ജാനകി തൻ്റെ മനസ്സ് തുറക്കുമ്പോൾ തന്നെ റൂമിലേക്ക് കയറി വന്ന് തൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് ജാനകി ദേഷ്യത്തോടെ തൻ്റെ മുഖം മാറ്റി. ലളിത പെട്ടെന്ന് അവളുടെ അടുത്ത് ചെന്നിട്ട്, മോളെ, ദേവമോൻ അങ്ങനെ ചെയ്യില്ല, അവർ പെട്ടെന്ന് പറഞ്ഞു. അവരുടെ വാക്കുകളിൽ പക്ഷെ ജാനകി ഞെട്ടി എന്ന് തന്നെ പറയാം. പരിഹാസം നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവരോട്, മോൻ കൊള്ളാം, എന്താ വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? എങ്ങനെ വിശ്വസിക്കും? മോളോട് സഹോദരനെ പോലെ കാണേണ്ട വ്യക്തിയെ പ്രണയിക്കാൻ പറഞ്ഞ് പലതും പറഞ്ഞു കൊടുത്ത് എൻ്റെ മനസ്സ് മാറ്റിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ തെറ്റാണ് എന്ന്? ജാനകിയുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പോയത്. അവൻ പകയോടെ ലളിതയെ നോക്കി. അവരാണ് എങ്കിലോ വിളറി വെളുത്തിരിക്കുകയാണ്. ജാനകി രുദ്രനെയും ഇഷയും നോക്കി. എന്നിട്ട്, രുദ്രേട്ടാ, തെറ്റാ, ഞാനാണ് ഏട്ടൻ എന്നോട് കാണിക്കുന്നത് പ്രണയമാണ് എന്ന് തെറ്റിദ്ധരിച്ചത്, അല്ല തെറ്റിദ്ധരിപ്പിച്ചത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ജയനെ നോക്കി. എന്നിട്ട്, അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നു അച്ഛാ? മോളെ, ഞാൻ ഇല്ല, അറിയാം, മറുപടി ഇല്ല എന്ന്. ജാനകി അതേ വേദനയോടെ ജഗത്തിനെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ ജഗത് മറുപടി ഇല്ലാതെ അവളെ നോക്കി. അവന്റെ കണ്ണുകളും ഈറനണിഞ്ഞിരുന്നു. ജാനകി എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൾ നിൽക്കുന്ന ഭാഗത്തെ ജനൽ തുറന്നു. കുറച്ച് താഴ്ന്ന രീതിയിലായിരുന്നു ആ ജനൽ സ്ഥിതി ചെയ്തത്. ജനൽ തുറന്നതും കാറ്റകത്തേക്ക് അടിക്കാൻ തുടങ്ങി. ആ കാറ്റിനെ ആസ്വദിച്ചുകൊണ്ട് ജാനകി എല്ലാവരെയും നോക്കി ഒരു നിമിഷം നിന്നു. എന്നിട്ട് തിരിഞ്ഞു ജയനെ നോക്കിക്കൊണ്ട്, അച്ഛാ, നിങ്ങൾ എല്ലാവരും കൂടി മുത്തശ്ശിയെ ഇല്ലാതാക്കിയതാണ് അല്ലേ? ജാനകി അടുത്ത ബോംബ് കൂടെ പൊട്ടിച്ചു. ജയനും കൂട്ടരും ഭയത്തോടെ നിന്നു. അവർ അറിയാതെ പോലും രുദ്രനെ നോക്കിയില്ല. അവർക്കുള്ളിൽ അത്രയ്ക്ക് ഭയം നിറഞ്ഞു. ജാനകി പക്ഷേ അവരെ നോക്കാതെ അവളുടെ വെളിപ്പെടുത്തലുകൾ ഞെട്ടി നിൽക്കുന്ന രുദ്രനെയും ഇഷയെ നോക്കിക്കൊണ്ട്, രുദ്രേട്ട, ഏട്ടത്തി സന്തോഷമായിട്ടിരിക്കും, ഹാപ്പിയായി. ഏട്ടാ, ഏട്ടൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, എനിക്കറിയാം. ആ ഏട്ടനോട് ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട്. അത് ഏട്ടന് മനസ്സിലാകും ഉടനെ തന്നെ. ഇപ്പോൾ ഞാൻ പോവുക. എൻ്റെ കുഞ്ഞെന്നെ വിളിക്കുന്നു. അവളുടെ വാക്കുകളിലെ ഒളിഞ്ഞു നിന്ന് അപകടം മനസ്സിലായ രുദ്രൻ ജാനി എന്ന് വിളിച്ചു മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയതും ജാനകി ചെറുചിരി എല്ലാവർക്കും നൽകിക്കൊണ്ട് ജനലിൽ കൂടി പുറത്തേക്ക് ഒറ്റച്ചാട്ടം. എല്ലാവരും ഞെട്ടിപ്പോയി. കുറച്ചു നിമിഷം അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന്, എന്താണ് നടക്കുന്നത് എന്ന്. അപ്പോഴേക്കും പല ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. രുദ്രൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പുറത്തേക്ക് പാഞ്ഞു. പിന്നെയുള്ള സമയം ശരവേഗത്തിൽ പാഞ്ഞു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജാനകിയെ വേഗം തന്നെ എമർജൻസിയിലേക്ക് മാറ്റുന്നതും എല്ലാം വേഗം തന്നെ നടന്നു. പക്ഷെ അവസാനം എല്ലാവരും ആ വാർത്ത അറിഞ്ഞു. ജാനകി മരണപ്പെട്ടു. അവൾ ഈ ലോകം വിട്ടു പോയിരിക്കുന്നു. ലളിതയുടെ അലർച്ച അവിടെ മുഴങ്ങി. രുദ്രൻ പക്ഷെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവളുടെ മരണം അവൻ അറിഞ്ഞു, തന്റെ മുത്തുവിന്റെ മരണം, എല്ലാത്തിലും. അപ്പോഴേക്കും അവിടേക്ക് വിഷ്ണു എത്തിയിരുന്നു. ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറിയ വിഷ്ണു തകർന്നു നിൽക്കുന്ന രുദ്രനെ കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ അരികിലേക്ക് പാഞ്ഞു. എന്നിട്ട് അവന്റെ അടുത്ത് ചെന്നിട്ട്, രുദ്ര എന്ന് വിളിച്ചു. അവന്റെ വിളി കേട്ട രുദ്രൻ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി. വിഷ്ണു വേദനയോടെ രുദ്രന്റെ കണ്ണുകൾ നോക്കി. അവിടെ വേദനയും പകയും നിറഞ്ഞു നിൽപ്പുണ്ട്. കാരണം അവൻ അറിയാം ജാനി അവൻ എത്ര പ്രിയപ്പെട്ടവളായിരുന്നു എന്ന്. അപ്പോഴാണ് വിഷ്ണു അത് ശ്രദ്ധിക്കുന്നത്. അവന്റെ അടുത്ത് ഇഷയില്ല എന്ന്. ഉള്ളിൽ നിറഞ്ഞ ഭയത്തോടെ തന്നെ വിഷ്ണു ചോദിച്ചു, ഡാ, ഇഷ എവിടെ? അവൾ മിസ്സിംഗ് ആണ്. ഒട്ടും സമയം എടുക്കാതെ തന്നെ രുദ്രൻ മറുപടി നൽകി. രുദ്ര, നീ? വിഷ്ണുവിന് വാക്കുകളില്ലായിരുന്നു. വിഷ്ണു ഞെട്ടലോടെ രുദ്രനെ നോക്കി. അവന്റെ കണ്ണുകൾ വേദനയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ മുഖത്ത് പകയുടെ ചൂട് നിറഞ്ഞിരിക്കുന്നു.
പക്ഷെ ഇഷയെ കാണാത്തതിന്റെ വേദനയോ പരിഭ്രമമോ ഇല്ല. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലത്തെ മുഖം. അതറിഞ്ഞ വിഷ്ണു, രുദ്ര, എന്താ നിന്റെ ഉള്ളിൽ? അവന്റെ ചോദ്യത്തിന് രുദ്രന്റെ മറുപടി പക്ഷേ ഇങ്ങനെയായിരുന്നു. വിഷ്ണു, ജാനിയുടെ ചിത കത്തുന്നതിന് മുമ്പ് എനിക്കെല്ലാം തീർക്കണം. അവൻ എനിക്ക് ഭൂമിയിൽ വേണ്ട. രുദ്ര, പക്ഷേ നമുക്ക് നിയമം? വിഷ്ണു പെട്ടെന്ന് ചോദിച്ചു. വിഷ്ണു, വേണ്ട. നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. നിനക്കും. ഞാൻ പോവുകയാണ്. ഇവിടെ വേണം നീ. പോസ്റ്റ്മോർട്ടം എല്ലാം കഴിയുമ്പോൾ ഇനിയും ടൈം എടുക്കും. അത്രയും പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങി. പെട്ടെന്ന് വിഷ്ണു, രുദ്ര, ഞാനും ഇവിടെ നിത്യം ജഗത്തുമില്ലേ? പക്ഷേ വിഷ്ണു പറയുന്നത് മുഴുവിക്കാൻ സമ്മതിക്കാത്ത രുദ്രൻ അവനോട്, വേണ്ട, എനിക്ക് ഈ നാട്ടിലെ CA അല്ല വേണ്ടത്, എൻ്റെ സുഹൃത്തിനെയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം മതി. അത്രയും പറഞ്ഞ് രുദ്രൻ അവൻ അരികിൽ നിന്ന് പോകുമ്പോൾ വിഷ്ണുവിനെ അറിയാതെ പോലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. രുദ്രൻ ചെന്ന് തൻ്റെ കാർ ഓണാക്കിയതും വിഷ്ണു ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടു. രുദ്രൻ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് കാറ് മുന്നോട്ടെടുത്തു. ശത്രുവിന്റെ ഉന്മൂലനത്തിനു വേണ്ടി. ശത്രു പ്രതീക്ഷിച്ചിരിക്കുന്നതിനുമപ്പുറം തിരിച്ചടിയുമായി. ഇതേ സമയം കിലോമീറ്ററുകൾക്കപ്പുറം ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഇഷയെ കസേരയിൽ കെട്ടിവെച്ച പോലെ ഇരിപ്പുണ്ട്. ബോധമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണെങ്കിലും അവളിപ്പോൾ ഒരു കാടിന് നടുക്കാണെന്ന് തോന്നുന്നു. ചുറ്റും ആൾപ്പാർപ്പില്ല എന്ന് മാത്രമല്ല, കുറെ ആളുകൾ ആ കെട്ടിടത്തിന് ചുറ്റും കാവൽ നിൽപ്പുണ്ട്. ആരെയും കടത്തിവിടാത്തതുപോലെ, അല്ലെങ്കിൽ ആരെയോ കാത്തിരിക്കുന്നത് പോലെ. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇഷ അവൾ പതിയെ കണ്ണു തുറക്കുകയാണ്. ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ ചുറ്റും ഒന്ന് നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്കത് മനസ്സിലായത്. താൻ മറ്റെവിടെയോ ആണ്. കസേരയിൽ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് ഇഷ ഞെട്ടലോടെ ഓർത്തു. ജാനകിയുടെ ബ്ലഡ് എല്ലാം കണ്ട് തളർന്നിരുന്നത് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ താൻ എവിടെയാണ് എന്ന ചിന്ത അവൾക്കുള്ളിൽ ഭയം നിറച്ചു. ഒപ്പം രുദ്രന്റെ മുഖം മനസ്സിൽ വന്നതും വല്ലാത്തൊരു ധൈര്യം തോന്നി അവൾക്ക്. പെട്ടെന്നാണ് ആരോ അവിടേക്ക് വരുന്നത് കണ്ട് ഇഷ അങ്ങോട്ട് നോക്കി. ദേവൻ, അവൾ പതിയെ പറഞ്ഞു. ഇഷയെ തന്നെ നോക്കിക്കൊണ്ട് വരുന്ന ദേവനെ അവൾ ആദ്യം കാണുന്നത് പോലെ നോക്കി. കാരണം ഇതുവരെ അവൾ കണ്ട രൂപമേ ആയിരുന്നില്ല അവനെ. എപ്പോഴും ഒരു അമ്പലവാസി പയ്യൻ എന്ന് തോന്നിക്കുന്ന രീതിയിൽ നടന്ന നാടൻ ചെറുക്കനായിരുന്നില്ല അവൻ. അടിപൊളി മാറ്റം. മൊത്തത്തിൽ ഒറ്റ നോട്ടത്തിൽ ഒരു മോഡേൺ പയ്യൻ. ബാംഗ്ലൂരിലൊക്കെ ജനിച്ചു വളർന്ന ലുക്ക്. അവൾ അവനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ദേവൻ അവൾക്കരികിലേക്ക് വന്നിട്ട് അവനടുത്തായിരുന്നു. ഇഷയുടെ ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും മുഖത്ത് ദേഷ്യം നിറച്ച് അവൾ ചോദിച്ചു, എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അവളുടെ മുഖം ഭയം കൊണ്ട് നിറയുമ്പോഴും ചുവക്കുമ്പോഴും എല്ലാം തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിക്കൊണ്ട് ദേവൻ, നീ ദേഷ്യപ്പെടുമ്പോഴും വല്ലാത്ത ഭംഗിയാണ് ഈശ. എന്നെ ഇന്നും കൊതിപ്പിച്ചിട്ടുള്ള ഭംഗി. ദേവന്റെ വാക്കുകളിലും പ്രവൃത്തിയിലുമുള്ള മാറ്റം കണ്ട ഈശ ഞെട്ടലോടെ അവനെ നോക്കി. ആ ഞെട്ടൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ, ഈ ഞെട്ടൽ എന്തിനാണ് എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ, സത്യമാണ്. നിന്നോടുള്ള ഇഷ്ടം അതാണ്. പറയുന്നതിനൊപ്പം അവൻ അലറി. എന്നിട്ട് ഇഷയെ നോക്കിക്കൊണ്ട്, അവൻ രുദ്രൻ നിന്നെ കാണുന്നതിന് മുമ്പേ എന്റെ മനസ്സിൽ ഇടം പിടിച്ചവളാണ് നീ. നീ അറിയോ? നിനക്കറിയോ? അവന്റെ വാക്കുകൾ കേട്ട് കലിയോടെ ഇഷ, നിനക്കെന്താ ദേവ, വട്ടാണോ? സ്വന്തം കുഞ്ഞിനെയും ഭാര്യയും കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇങ്ങനെ? വെയിറ്റ്, സ്വന്തം കുഞ്ഞോ? ഇത് അവളുടെ വയറ്റിൽ എന്റെ കുഞ്ഞോ? ദേവൻ വല്ലാത്തൊരു ഭാവത്തോട് പറഞ്ഞു. ഹഹഹ. അവൻ കൈയടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട്, എന്റെ കുഞ്ഞാണ് എന്ന് അവൾ പറയട്ടെ. വെയിറ്റ്, അവൾക്ക് പോലും അറിയില്ലല്ലോ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ആരാണെന്ന്. അത്രയും പറഞ്ഞ് ദേവൻ ഭ്രാന്തനെ പോലെ അലറി. അവന്റെ കാട്ടിക്കൂട്ടലുകൾ ഇഷയിൽ ഭയം നിറച്ചു. അപ്പോൾ ജാനിയുടെ കുഞ്ഞ്? അവളുടെ ഇടർച്ചയോടെയുള്ള ചോദ്യം കേട്ട് ദേവൻ ഒന്ന് നിർത്തി. എന്നിട്ട്, നിനക്ക് എന്താ അറിയേണ്ടത്? എല്ലാം പറയാം. നിന്നോട് എല്ലാം പറയാം. എല്ലാം അറിയുമ്പോൾ നിനക്ക് മനസ്സിലാകും എനിക്ക് നിന്നോടുള്ള പ്രണയം എത്ര വലുതായിരുന്നുവെന്ന്. അവന്റെ വാക്കുകൾ കേട്ട് അവൾ ഒന്നും മിണ്ടിയില്ല. മറിച്ച് അവൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായി. കാരണം രുദ്രൻ വരേണ്ടത് വരെ കാരണം
രുദ്രൻ വരുന്നതുവരെ അവനെ അവിടെ മറ്റൊന്നും ചെയ്യാതെ പിടിച്ചു നിർത്തേണ്ടത് അവളുടെ ആവശ്യം തന്നെയായിരുന്നു. തുടരുന്നു. സോറി കേട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കഥയിടായിരുന്നത്. അപ്പം നാളെ കാണാം. വിവാഹം എന്ന കഥ എന്തായാലും ഞാൻ നാളെ പോസ്റ്റ് ചെയ്യും. അപ്പം എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിലെ ബെല്ലൈക്കണോ ഒന്ന് എനേബിൾ ആക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.